ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് മെയ് മാസം 15-ാം തീയതി. ഈ ദിവസം എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം, അതുകൊണ്ട് തന്നെ ശുഭദിന ആശംസകളും നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായിട്ട് നാം സംഖ്യാപുസ്തകം 14-ാമത്തെ അധ്യായമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ അധ്യായം സങ്കടകരമായിരിക്കുന്നൊരു അധ്യായമാണ്. കാരണം 13-ാമത്തെ അധ്യായത്തിൽ ഇസ്രായേൽ ജനം ദൈവത്തോട് മത്സരിച്ച് അവർ കനാൻ നാട്ടിൽ പ്രവേശിക്കുന്നതിനെതിരെ അവരെ സംഘടിച്ച് അവർക്ക് ശിക്ഷ കിട്ടിയതായിട്ട് നമുക്കറിയാം. ഈ 14-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ മോശ ദൈവജനത്തിന് വേണ്ടി ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. മോശ ഒരു വലിയ മനുഷ്യനായിരുന്നു, ഒരു പകയില്ലാത്ത മനുഷ്യനെന്ന് പറയട്ടെ, ഒരു സൗമ്യനായ മനുഷ്യനായിരുന്നു. മോശ ദൈവസന്നിധിയിൽ കിടന്ന് പ്രാർത്ഥിച്ചു ദൈവത്തോട് അവരോട് കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം മോശയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഇങ്ങനെയാണ് പറഞ്ഞത്: ഇസ്രായേൽ തങ്ങളുടെ പാതിവൃത്യഭംഗം വഹിച്ചേ തീരൂ. ദേ മസ്റ്റ് ബെയർ ദ ബ്രണ്ട് ഓഫ് ദിയർ ഇൻഫിഡലിറ്റി. ഇസ്രായേൽ മക്കൾ തങ്ങളുടെ പാതിവൃത്യഭംഗം വഹിച്ചേ തീരൂ. പാതിവൃത്യഭംഗം. ഈ അധ്യായത്തിന് ഹെഡിങ് കൊടുത്തെങ്കിൽ അത് തന്നെയാണ്, പാതിവൃത്യഭംഗം. എന്താ ഈ ഇൻഫിഡലിറ്റി എന്ന് പറഞ്ഞാൽ? പാതിവൃത്യഭംഗം എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് വിശാലമായിരിക്കുന്ന അർത്ഥമുള്ളൊരു വാക്കാണ് പാതിവൃത്യഭംഗം. അതെ, നാം നമ്മുടെ ദൈവത്തോട് അവിശ്വസ്തതയും അവിശ്വാസവും മറുതലിപ്പും കാണിക്കുമ്പോൾ നാം ചെയ്യുന്നതായിരിക്കുന്ന കുറ്റത്തിന് ദൈവം കൊടുക്കുന്ന പേരാണ് ഇൻഫിഡലിറ്റി, പാതിവൃത്യഭംഗം, അവിശ്വസ്തത, വിശ്വാസമില്ലായ്മ എന്ന് പറയുന്നത്. അതൊരു ഭയങ്കരമായിരിക്കുന്ന കാര്യമാണ്. ഈ ഒറ്റുകാല ദുർവർത്തമാനം ജനങ്ങളെ ദൈവിക പരിപാടിക്കെതിരെ ഇളക്കി വിട്ടു. വേറൊരു നേതാവിനെ തിരഞ്ഞെടുത്ത് മിസ്രൈമിലേക്ക് പോകുവാൻ അവർ നിശ്ചയിച്ചു. അങ്ങനെയാണ് പറഞ്ഞത്, കമോൺ, വിൽ സെലക്ട് അനദർ ലീഡർ, ഗോ ബാക്ക് ടു ഈജിപ്റ്റ്. മിസ്രൈമിലേക്ക് ഞങ്ങൾ തിരിച്ചു പോകും. തിരിച്ചൊന്ന് ഓർത്ത് നോക്കൂ. അവരിതാ മരുഭൂമി കൂടെ താണ്ടി പോവുകയാണ്. പിന്നെ അവർ ചെങ്കടൽ കടന്ന് അക്കരെ കയറി എന്ന് പറയുന്നത് എന്തൊരു ഭോഷത്വമാണ്. അവരെ ചെങ്കടൽ അവിടെ കിടക്കാതെ അവർക്ക് കറങ്ങിപ്പോകാം, അവർക്ക് പോകാനായിട്ട് സാധിക്കും, പക്ഷേ എത്രയോ സമയമെടുക്കും. മോശയും അഹ്റോനും കാലേബും യോശുവയും ജനത്തെ അതിൽ നിന്ന് തടയുവാനാവത് ശ്രമിച്ചു. പക്ഷേ ജനം എന്താ ചെയ്തത്? അവരെ കല്ലെറിഞ്ഞ് കൊല്ലാനായിട്ട് കല്ലെടുത്തു എന്നാണ് പറയുന്നത്. അതാണ് അവിടെ പാതിവൃത്യഭംഗം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ഹിതം ചെയ്യുവാനായിട്ട് ദൈവജനത്തെ പ്രേരിപ്പിച്ച ആളുകളെ കൊന്നുകളയും എന്ന് പറയുന്ന ആളുകൾ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളൊന്നും വിശ്വസിക്കുകയില്ല. ഞങ്ങൾ ദൈവം അയച്ച നാട്ടിലേക്ക് പോകില്ല, ഞങ്ങൾ എവിടെ നിന്ന് തിരിച്ചു വന്നുവോ ഞങ്ങൾ അവിടേക്ക് പോകും എന്നൊക്കെ പറയുന്നത്. യഹോവയുടെ കോപം ജനത്തിനെതിരെ ജ്വലിച്ചു. അവരെ ഒന്നടങ്കം നശിപ്പിച്ചിട്ട് മോശയും മക്കളെയും വലിയൊരു ജനമാക്കാമെന്ന് പറഞ്ഞു. ഞാൻ ആ സന്ദർഭം ഓർക്കുകയാണ്. മോശ ദൈവസന്നിധിയിൽ 40 രാവും 40 പകലും കിടക്കുകയാണ്. ദൈവം പറഞ്ഞു, മോശയെ നീ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല, ഞാൻ അവരെ നശിപ്പിക്കും, ആ ജനത്തെ മുഴുവൻ നശിപ്പിക്കും. പക്ഷേ നീ ഉണ്ടല്ലോ, നിനക്ക് 2 ആൺപിള്ളേരല്ലേ ഇല്ലേ? നിൻ്റെ മക്കളെ ഞാൻ വർദ്ധിപ്പിച്ച് ജനമാക്കും, ഇസ്രായേൽ ജനമാക്കി, അവരെ ഞാൻ കനാനിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. മോശ വാസ്തവത്തിൽ പറയേണ്ടതാണ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ മനുഷ്യരെയും കൊണ്ട് പോകുന്നപ്പോഴേ വിചാരിച്ചാൽ ഇവരെയും കൊണ്ട് അവിടെ എത്തിക്കാൻ ഒക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഭയങ്കരന്മാർ, ദൈവമേ നീ ചെയ്ത ഒരു നല്ല തീരുമാനമാണ്, കിൽ ദം. ഇല്ല, മോശ അങ്ങനെ പറഞ്ഞു. മോശ പറഞ്ഞെന്താണ്? നിനക്ക് അവരെ കനാൻ നാട്ടിലെത്തിക്കാൻ പ്ലാനില്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം, എൻ്റെ പേര് ജീവപുസ്തകത്തിൽ നിന്ന് മായ്ക്കണമെന്ന് പറഞ്ഞു. എന്നെ കൊന്നുകളയണമെന്ന് അർത്ഥം. കിൽ മീ, ടേക്ക് മീ അവേ, ഞാൻ ഓരോരും നശിക്കട്ടെന്ന് പറഞ്ഞു. അങ്ങനെ യഹോവയുടെ കോപം ജനത്തിനെതിരെ ജ്വലിച്ചു. അവരെ ഒന്നടങ്കം നശിപ്പിച്ചിട്ട് മോശയും മക്കളെയും വലിയൊരു ജനമാക്കാമെന്ന് ദൈവം മോശയോട് പറഞ്ഞെങ്കിലും സൗമ്യനായ മോശ ദൈവസന്നിധി വീണ് കരഞ്ഞ്, അങ്ങനെ ചെയ്യരുതേ, മിസ്രയീമരുത് കേട്ടാൽ നിനക്ക് നാണക്കേടാകും, നിൻ്റെ പേര് പോകും, അവരെ കനാലിലെത്തിക്കാമെന്നും പറഞ്ഞല്ലേ നീ ശക്തിയുള്ള കരവുമായിട്ട് അവരെ കൊണ്ടുവന്നത്, എന്നിട്ട് മരുഭൂമിയിൽ അവരെ മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞു എന്ന് കേട്ടാൽ എന്ത് ഭയങ്കരമാണ്. അങ്ങനെ ചെയ്താൽ ദൈവത്തിൻ്റെ മഹത്വത്തിനും സൽപ്പേരിനും കളങ്കം വരുമെന്നായിരുന്നു മോശയുടെ വാദം. ഇസ്രായേലിനെ ഒന്നടങ്കം മരുഭൂമിയിൽ കൊന്നുകളഞ്ഞു എന്ന് മിസ്രയീമർ കേട്ടാൽ അത് ദൈവത്തിൻ്റെ കഴിവില്ലായ്മ കൊണ്ടാണ് എന്ന് അവർ പറയും. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യരുത്. ദൈവം മോശയുടെ അപേക്ഷ കേട്ടു, കരുണയുള്ള ദൈവമാണ്. പക്ഷെ ഒരു വ്യവസ്ഥ വെച്ചു. ആ വ്യവസ്ഥയാണ് ഇസ്രായേൽ തങ്ങളുടെ പാതിവൃത്യഭംഗം വഹിച്ചേ തീരൂ. ദൈവത്തോട് അവർ അവിശ്വസ്തത കാട്ടിയാൽ അവർ അതിൻ്റെ ശിക്ഷ അനുഭവിച്ചേ മതിയാവും. മിസ്രയീമിൽ നിന്നും പോന്നപ്പോൾ 20 വയസ്സിന് മേൽ പ്രായമുണ്ടായിരുന്നവർ യോശുവയും കാലേബും ഒഴികെ ബാക്കി ഞാൻ പറഞ്ഞില്ലേ 6 ലക്ഷത്തെ ആളുകളാണ് സെൻസസ് എടുത്തപ്പോൾ 20 വയസ്സിന് മേൽ പ്രായമുണ്ടായിരുന്നത്. അവരിൽ 5,99,998 പേരും, വലിയൊരു നമ്പരല്ലേ. അവിടെ മരുഭൂമി നശിപ്പിച്ച് കളഞ്ഞു. അവരുടെ പാതിവൃത്യഭംഗം അവരനുഭവിച്ചു.
40 ദിവസത്തെ ഒറ്റുനോക്കലിന് 40 വർഷമാണ് ദൈവം വിധിച്ചത്. 40 വർഷം അലയണമെന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി ഇതെല്ലാം ചത്ത് വീഴുന്നവരെ നിങ്ങൾ കറങ്ങണം. ദൈവത്തോടുള്ള വിശ്വസ്ത ബന്ധം ലംഘിക്കുന്നവർക്ക് ലഭിക്കുന്ന ശിക്ഷ എത്ര ഭയങ്കരമാണ്. പാതിവൃത്യ ഭംഗം പോലെ നീചമായൊരു പാപം ലോകത്തില്ലെന്നാണ് ഞാൻ പറയുന്നത്. നമ്മുടെയും ജീവിതത്തിൽ സമാനമായ തെറ്റുകൾ വരാതെ നാം സൂക്ഷിക്കണം. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ നിവർത്തിക്കുവാൻ ദൈവത്തിന് കഴിയുകയില്ല എന്ന് നമ്മുടെ പ്രതികൂല സാഹചര്യങ്ങളിൽ നാം പറയുന്നത് അത് ചെറിയൊരു കാര്യമല്ല. നമ്മുടെ പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ ദൈവം വിചാരിച്ചാൽ രക്ഷിക്കാനൊക്കെയില്ല. അങ്ങനെ ആളുകൾ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. ദൈവം തമ്പുരാൻ വിചാരിച്ചാലും ഈ സാഹചര്യത്തിൽ രക്ഷിക്കാൻ കഴിയുകയില്ല. ഏത് സാഹചര്യത്തിൽ കോവിഡ് വന്നപ്പോൾ അങ്ങനെ പറഞ്ഞവരുണ്ട്. ദൈവം തമ്പുരാൻ വിചാരിച്ചാലും എല്ലാം തീരുമാനം ഇല്ലേ? തീർന്നില്ല. എത്ര അങ്ങനെ പോയി. യെല്ലോ ഫീവർ വന്നു, കോളറ വന്നു, കോവിഡ് വന്നു, എന്തെല്ലാം കാര്യം. ഇനി എന്തെല്ലാം വരാൻ കിടക്കുന്നു. ക്യാൻസറുണ്ട്, ഹാർട്ടിൻ്റെ പ്രോബ്ലം കൊണ്ട് മനുഷ്യർക്കൊന്നും ചത്തു വീഴുകയാണ്. ഇല്ല, നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. അതെ, ജനിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും ദൈവം തന്നെയാണ്. പക്ഷേ നാം പാപം ചെയ്തതിൻ്റെ ശിക്ഷയായി മരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും സങ്കടകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ പാതിവൃത്യ ഭംഗം നാം വഹിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ്? പാതിവൃത്യ ഭംഗം വഹിക്കേണ്ട ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിലുണ്ടോ? കുടുംബജീവിതത്തിലുണ്ടോ? മക്കളെ വളർത്തുന്നതിൽ, ഭാര്യയുമായി ഇടപാടിൽ, അയൽക്കാരുമായി ഇടപാടിൽ, സഭയുമായുള്ള ബന്ധത്തിൽ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ വിശ്വസിക്കുന്നതിൽ, ദൈവവചനത്തോടുള്ള നമ്മുടെ സമീപനത്തിൽ പാതിവൃത്യ ഭംഗം, നമ്മുടെ അവിശ്വസ്തത, ദൈവത്തിൻ്റെ വിശ്വസ്തതയെ നാം ചോദിക്കുകയും ദൈവത്തിനെതിരെ നാം സംഘടിക്കുകയും ചെയ്യുന്നതായിരിക്കുന്ന വിധത്തിലുള്ളതായിരിക്കുന്ന ചിന്തകൾ നമുക്കുണ്ടെങ്കിൽ അത് നാം ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കണം. പാതിവൃത്യ ഭംഗം ഭയങ്കരമാണ്. അത് വഹിക്കാനിടയാകാതിരിക്കട്ടെ എന്ന് ഞാൻ പറയും. നമ്മുടെ തെറ്റുകളെ ദൈവം ക്ഷമിക്കുന്നവനാണ്. പക്ഷേ പാതിവൃത്യ ഭംഗത്തിന് ശിക്ഷയുണ്ട്. അത് വഹിച്ചെങ്കിലേ മതിയാവൂ. മനഃപൂർവ്വ പാപം ചെയ്താൽ ഇനി പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവുമില്ലെന്ന് പറഞ്ഞു. ഇതൊക്കെ മനഃപൂർവ്വ പാപങ്ങളാണ് ഇസ്രായേൽ മക്കൾ ചെയ്തത്. അബദ്ധവശാൽ ചെയ്ത പാപമൊന്നുമല്ല, മനഃപൂർവ്വ പാപങ്ങൾ. 12 ഒറ്റുകാർ പോയി ദേശം കണ്ടു. മനോഹരമായ ദേശമാണ്. അബ്രഹാമിൻ്റെ തുടങ്ങി ഇങ്ങോട്ട് കൊടുത്ത വാഗ്ദത്തമുണ്ട്. ആ ദേശം നിങ്ങൾക്ക് തരാം, ഓരോ ജാതിയെ മാറ്റിത്തരാമെന്ന് പറഞ്ഞു. ദൈവം നേതാക്കന്മാരെ എഴുന്നേൽപ്പിച്ചു. മോശ എഴുന്നേൽപ്പിച്ചു, യോശുവ എഴുന്നേൽപ്പിച്ചു. അവർക്ക് എല്ലാവിധമായ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. എന്നിട്ട് അവർക്ക് സംശയിക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? ഇതുവരെയുള്ള അവരുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ മാത്രം നോക്കിയാൽ, ചെങ്കടൽ വിഭാഗിച്ച ഒരു സംഭവം മാത്രം നോക്കിയാൽ വല്ലവനും കടലിൽ കൂടെ അങ്ങനെ ഉണങ്ങി നിലത്തൂടെ കടന്നു പോയിട്ടുണ്ടോ? മാറയിലെ കയ്പുള്ള വെള്ളത്തെ മധുരമാക്കി കൊടുത്തു നോക്കി, ആകാശത്ത് നിന്ന് മഞ്ഞ ഇട്ട് കൊടുത്തു നോക്കിയാൽ, മരുഭൂമിയിൽ കാടയെ കൊണ്ട് ഇഷ്ടംപോലെ കൊടുത്തത്, എല്ലാം ഓരോ കാര്യം ദൈവം ചെയ്ത കാര്യങ്ങൾ നോക്കിയാൽ അവർക്ക് ഈ പാതിവൃത്യ ഭംഗം വരേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ എത്ര പഠിച്ചാലും പഠിക്കാത്തവരെന്ന് പറയും. എത്ര പഠിച്ചാലും പഠിക്കാത്തവർ. എൻ്റെ പ്രിയമുള്ളവരെ, നാം അങ്ങനെയാകരുത്. പാതിവൃത്യ ഭംഗങ്ങൾ ചെയ്യുന്നവരായിട്ടല്ല, പിന്നെയോ ദൈവത്തിൻ്റെ കൃപ ധാരാളം അനുഭവിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങളിലേക്കും സാധ്യതകളിലേക്കും പ്രവേശിക്കുന്നവരുമായി തീരുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.